കേരളീയ പൊതുസമൂഹത്തിൽ പിന്നെ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മോഹൻലാലും അടക്കമുള്ള ആളുകൾ പറയേണ്ട മറുപടി ഇങ്ങനെ ചെറിയ കുട്ടികൾ ചോദിക്കുമ്പോൾ എന്തു മറുപടിയാണ് പറയേണ്ടത് എന്ന് രക്ഷിതാക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പേര് വെച്ചിട്ട് ചില കാര്യങ്ങൾ ഇവർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിനാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പോകുന്ന ആളുകളാണ്, ഞങ്ങൾ പണ്ടത്തെ കൂട്ട് ശിലായുഗ പൊട്ടന്മാരല്ല, ഞങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ പഠിപ്പുള്ള ഹിലാലും ബേസിലാണ്, ഞങ്ങൾ ഡോക്ടർമാരാണ്, അതുകൊണ്ട് ഞങ്ങളെ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉടായ്പകളാണ്. അപ്പോൾ നിങ്ങൾ മതം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങൾ അന്യമതവിശ്വാസികളെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനമായതുകൊണ്ട്, ഭരണഘടന ഉള്ളതുകൊണ്ട്, മതപുസ്തകത്തിന് മുകളിൽ അത് വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുമെന്നുള്ള ഒരു വിശ്വാസവും നമുക്കില്ല. അല്ല, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഉത്തരം തരൂ. നിങ്ങൾ ഭരണഘടനയാണോ, ഇന്ത്യയുടെ ഭരണഘടനയാണോ, മതപുസ്തകത്തെയാണോ, നിങ്ങളുടെ മതപുസ്തകത്തെയാണോ കൂടുതൽ ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതും? കൂടുതൽ ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതും ഭരണഘടന ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന ചർച്ചകളും പരിപാടിയൊക്കെ കംപ്ലീറ്റ് നിർത്തേണ്ടി വരും. നിങ്ങൾ കൂടുതൽ അനുസരിക്കുന്നത് മതപുസ്തകത്തെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ഉദ്ധരിക്കാൻ വേണ്ടി വരുന്ന ആളുകളല്ല എന്നുള്ളത് ഞങ്ങളും അങ്ങോട്ട് പറയും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അന്യമതത്തിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലല്ലാത്ത ആളുകളാണ്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു അജണ്ട പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യം പറയാനോ ഉള്ള റൈറ്റ് പോലെ തന്നെ അത് പറ്റില്ല, ഞങ്ങൾക്കതിൽ കൺസേൺ ഉണ്ട് എന്ന് പറയാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ജനാധിപത്യമാണ്. കേട്ടല്ലോ, ഇസ്ലാം മതവിഭാഗത്തിലെ മുജാഹിദുകളുടെ ത്വാത്തിക ആചാരനായിട്ടുള്ള, ചെറിയ ത്വാത്തിക ആചാരനായിട്ടുള്ള, വളർന്നു വരുന്ന പാകമാകാനായിട്ട് കാത്തിരിക്കുന്ന ത്വാത്തിക ആചാരനായിട്ടുള്ള ഹിലാൽ ജനാധിപത്യത്തെ നിർവചിക്കുന്നത് കേട്ടല്ലോ. അവൻ്റെ ചേട്ടനടക്കം ആ ഒരു ജനാധിപത്യ നിർവചനത്തിൽ അവിടെ ഇരുന്ന് കൈയൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. എന്നാലും ഈ കൺസേൺ എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇവരുടെ ഏതെങ്കിലും അജണ്ടകൾ പുഷ് ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരപ്പം തന്നെ അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇവർ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് എടുത്തിടും. ഇപ്പോൾ ഈ ഒരു ത്വാത്തിക ആചാര്യൻ്റെ ചില വാക്കുകൾ ഇവിടെ ഞാൻ കേൾപ്പിച്ചത്, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ എന്ന നടനെതിരായിട്ട് നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ, ക്യാമ്പയിനുകൾ, അതിനെതിരായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3-4 ദിവസം മുമ്പ് രാജിവെച്ച ഒരു MSFകാരനെ പേരെടുത്ത് വിമർശിക്കുകയുണ്ടായി. ആ ചങ്ങായിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരുവിധ വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പണക്കമൊന്നുമില്ല. MSFകാരനായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഒരാൾ നമ്മുടെ നാട്ടിലുള്ള ഒരു നടനെതിരെയൊക്കെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി അതിന് വളവിടുന്ന തരത്തിലേക്കുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ അടിച്ചു വിടുക, കമൻറ്റ് ബോക്സിൽ അടിച്ചു വിടുക. അതേപോലെ തന്നെ 2 ആളുകൾ, ഇന്ത്യയിലെ പൗരന്മാരായിട്ടുള്ള 2 ആളുകൾ, ഭരണഘടന തുല്യമായിട്ടുള്ള അവകാശങ്ങൾ കൊടുത്തിട്ടുള്ള 2 ആളുകൾ, അവർ ജീവിക്കാനായിട്ടോ അവരുടെ ജീവിത രീതി നോർമലാണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാനുള്ളതോ അല്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വഴി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണസിരാകേന്ദ്രങ്ങളിലേക്ക് ഒരാൾ കടന്നു കയറുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആരെയൊക്കെ കൺസിഡർ ചെയ്യും? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മതത്തിൽ കോമൺ ആയിട്ട് ഒരു എനിമിയായിട്ട് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ദൂരം മാറ്റി നിർത്തണമെന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ജെൻഡർ മൈനോറിറ്റികൾ. അപ്പോൾ അതിൽ ഹോമോസെക്ഷൽസ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മതത്തിൽ തന്നെ പറയുന്ന മാറ്റി നിർത്തണം അല്ലെങ്കിൽ അധികം ബന്ധം വേണ്ട അല്ലെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് വിഗ്രഹാരാധനക്കാർ എന്ന് അവർ വിളിക്കുന്ന ഇന്ത്യയിലെ ഒരു വലിയ മജോറിറ്റി ആളുകൾ. അതേപോലെ തന്നെയുള്ള ആളുകളാണ് അന്യമതത്തിൽപ്പെട്ട എല്ലാ ആളുകളും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തുമോ? അപ്പോൾ മതം പറയുന്നത് ജെൻഡറിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുന്ന ആളുകൾ, മതം പറയുന്നത് ഈ മൊറാലിറ്റിയുടെ കാര്യത്തിൽ തീരുമാനിക്കുന്ന ആളുകൾ മതം പറയുന്നത് പോലെ തന്നെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കത്തുള്ളൂ? അല്ല, ഞങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ വരുമ്പോൾ ജെൻഡർ മൈനോറിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ഭരണഘടനാ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ബാക്കി നിങ്ങൾക്കൊക്കെ തരാവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതങ്ങ് വിശ്വസിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കാവലാളുകളായിട്ട് നിയമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൺസേൺ ആയിട്ട് ഞാൻ പറയുകയുണ്ടായി. ഞാനിപ്പോഴും അത് പറയുന്നു. ത്വാത്തിക ആചാര്യനായിട്ടുള്ള ഹിലാൽ അടക്കം ആ ഒരു കൺസേൺ പറച്ചിലുകളെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹിലാലിൻ്റെയൊക്കെ കൺസേൺ എന്താണ്? അതിനേക്കാളും വലിയ കോമഡി. കഴിഞ്ഞ ദിവസം കുസാറ്റിൽ ഇവരൊരു പരിപാടി നടത്തി എന്നുള്ളൊരു പ്രചരണം നടത്തി. ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നിയമ നടപടിക്ക് ക്യുസാറ്റ് പ്രൊഫ്കോൺ എന്ന പരിപാടിയിൽ ക്യുസാറ്റിന്റെ പേര് അനധികൃതമായി ഉപയോഗിച്ചെന്ന് കാട്ടിയാണ് നടപടിക്ക് ഒരുങ്ങുന്നത്. സ്ത്രീ പുരുഷന്മാരെ വേർതിരിച്ച പരിപാടി വിവാദമായിരുന്നു. വിസ്ഡം സ്റ്റുഡൻസിന്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം സ്റ്റുഡൻസിന്റെ കുസാറ്റ് യൂണിറ്റിന്റെ പരിപാടി ആയിരുന്നു ഈ പ്രൊഫ്കോൺ പരിപാടി. പക്ഷേ ഈ പരിപാടി കുസാറ്റിൽ നടന്ന പരിപാടി എന്നുള്ള നിലയ്ക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. സെപ്റ്റംബർ 15 ഇങ്ങനെ ഒരു പരിപാടി കുസാറ്റിൽ നടന്നു എന്നുള്ള നിലയ്ക്ക് വിസ്ഡം കുസാറ്റിന്റെ ഒക്കെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഈ ചിത്രങ്ങൾ പ്രചരിച്ചു. ഇതിന് പിന്നാലെയാണ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള BJP നേതാക്കളും ചില സമൂഹ മാധ്യമ ഹാൻഡിലുകളും ഒക്കെ തന്നെ കുസാറ്റിൽ ലിംഗവിവേചനം എന്ന തരത്തിലുള്ള പ്രചാരണം നടക്കുന്നത്
വരുന്നത്. അങ്ങനെയാണ് കുസാറ്റിന്റെ ഭാഗത്ത് നിന്ന് ഈ പരിപാടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം വരുന്നത്. ഇത്തരത്തിൽ കുസാറ്റിൽ ഒരു പരിപാടിയും നടന്നിട്ടില്ല. മാത്രമല്ല കുസാറ്റ് ലിംഗവിവേചനത്തിന് പൂർണ്ണമായും എതിരാണ്. സമത്വത്തിന്റെ ആശയമാണ് കുസാറ്റ് ഉയർത്തിപ്പിടിക്കുന്നത്. ഈ തരത്തിൽ വിദ്യാർത്ഥികളെ വേർതിരിച്ചിരുത്തുന്നതിനോട് ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരു മറ കൊണ്ട് വേർതിരിച്ച് ഇരുത്തിയാണ് പരിപാടി നടത്തിയിരിക്കുന്നത്. ഈ പരിപാടി ഇങ്ങനെ ഒരു പരിപാടി കുസാറ്റിൽ നടന്നതല്ല. കുസാറ്റ് ഇങ്ങനെ സ്ത്രീ പുരുഷ വേർതിരിവ് അംഗീകരിക്കുന്ന ഒരു സർവകലാശാലയല്ല. അങ്ങനെ കുസാറ്റിന്റെ പേരിൽ നടക്കുന്ന പ്രചാരണങ്ങളെ തള്ളി പറയുകയാണ്. ഒപ്പം തന്നെ കുസാറ്റിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നു എന്നുള്ള നിലയ്ക്കുള്ള പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. മാത്രമല്ല ഈ കുസാറ്റിന്റെ പേര് അനധികൃതമായി ഉപയോഗിച്ചതിനെതിരെ ഈ വിസ്ഡം കുസാറ്റ് എന്ന ഈ യൂണിറ്റിനെതിരെയും, വിസ്ഡം കുസാറ്റ് എന്ന് പറയുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അവിടെയുള്ള യൂണിറ്റ് ആണ്, വിസ്ഡം കുസാറ്റിനെതിരെയും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നാണ് രജിസ്ട്രാർ അറിയിച്ചിരിക്കുന്നത്. കുസാറ്റിൽ ഒരു പരിപാടി നടത്തി. കേൾക്കുന്ന സമയത്ത് ആളുകൾ എന്താണ് വിചാരിക്കുക? ആളുകൾ അതൊക്കെ വിചാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവർ ഈ സ്ഥലങ്ങളിലൊക്കെ പരിപാടി നടത്തുന്നത്. കുസാറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇവരെ വിളിച്ചൊരു പരിപാടി നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹിലാൽ കൊച്ചു താത്വികാചാര്യനും ചേട്ടൻ അബ്ദുള്ള താത്വികാചാര്യനും അവിടേക്ക് ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് അറിവിൻ്റെ നവ വെളിച്ചം പകർന്നു നൽകി. ആക്ച്വലി അങ്ങനെയല്ല. കുസാറ്റ് ജംഗ്ഷനിൽ പല പരിപാടികൾ നടക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ പല പരിപാടികൾ നടക്കാറുണ്ട്. എല്ലാ പരിപാടികളും ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ ഒരു പരിപാടി ഇവർ ആ ഒരു ജംഗ്ഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോ ഏതോ ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തിയതാണ്. അപ്പോൾ കുസാറ്റിലുള്ള ഒരു കൂട്ടം ദീനികളായിട്ടുള്ള കുട്ടികൾ ആ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ശാസ്ത്രം, മതം, ധാർമ്മികത എന്ന വിഷയത്തിലായിരുന്നു താത്വിക ആചാര്യന്മാർ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയത്. യൂണിവേഴ്സിറ്റിക്ക് വലിയ നാണക്കേടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ പ്രചരിച്ച ഫോട്ടോയിൽ സ്ത്രീകളും പുരുഷന്മാരും എന്തോ സാരി കൊണ്ടുങ്ങാണ്ട് വേലി കെട്ടി അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുകയാണ്. അപ്പുറത്ത് ഇരുത്തിയാൽ മാത്രമേ താത്വിക ആചാര്യന്മാർക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു മൂഡ് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ മൂഡ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരെങ്കിലും തമ്മിൽ ഒന്ന് ബന്ധപ്പെട്ടാലോ എന്നുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കും മറ ഇടയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള ചില എക്സ്പ്ലനേഷൻസ് ഒക്കെ അബ്ദുള്ള ബാസിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇപ്പോൾ ഈ തീവ്രമായിട്ടുള്ള ഈ വിരളി പിടിച്ചിട്ടുള്ള നടപ്പ് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം. ഇവർക്ക് ഹറാമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഹറാമായിട്ടുള്ള ചില കാര്യങ്ങൾ കാലക്രമേണ ഹലാലായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം ഹറാമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരു കാലത്ത്, അതിപ്പോൾ ഹലാലായി മാറി. അപ്പോൾ ആദ്യം ഹലാലായി മാറിയത് ആണുങ്ങൾക്കാണ്, അത് കഴിഞ്ഞിട്ട് ഹലാലായി മാറിയത് പെണ്ണുങ്ങൾക്കാണ്. MESൻ്റെ സ്ഥാപകരായിട്ടുള്ള ആളുകളൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് മെഡിക്കൽ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഈ ഒരു സംവിധാനമൊക്കെ തുടങ്ങിയ സമയത്ത് ഒത്തിരിയധികം എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു എതിർപ്പുകളൊക്കെ മാറി ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ ഹലാലാണ്, കുഴപ്പമില്ലാത്ത സംഗതിയാണ്. ഇങ്ങനെ ഓരോ ഇടപെടലുകൾ നടത്തി നമുക്കൊപ്പം ഈ ഒരു കാലഘട്ടത്തിനൊപ്പം ചേർത്ത് നിർത്താനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന പ്രാചീന ശിലായുഗ ടീമുകളാണ് ഇവരിലെ പ്രധാനപ്പെട്ട ആളുകൾ. മറകെട്ടി മാറ്റി നിർത്തിയെന്നാണ് ഞങ്ങൾ പറയുന്നത്. സ്ത്രീകളല്ല ഞങ്ങൾ മറകെട്ടി മാറ്റി നിർത്തിയത്, പുരുഷന്മാരെയാണ്. ഇവിടെ മറ ഉണ്ടല്ലോ, ഇവിടെ പുരുഷന്മാരെയാണ് നമ്മൾ മറകെട്ടി മാറ്റി നിർത്തിയത്. സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരെയാണ് മറകെട്ടി മാറ്റിയിട്ടത്. എന്താ പറ്റൂലേ? ഇവിടെ ആകെ സ്ത്രീയും പുരുഷനേ ഉള്ളൂ, അവർക്കിടയിലാണ് മറ. അതെന്താ പെട്ടെന്ന് സ്ത്രീകളെ മാറ്റി നിർത്തി? അതങ്ങനെ സ്ത്രീകളെ മാറ്റി നിർത്തലാവില്ലേ? പുരുഷന്മാർക്കും ഇപ്പുറത്തന്നല്ലേ ഉള്ളത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലാണ് മറ. അപ്പൊ സ്ത്രീകളെ മാത്രം മാറ്റി നിർത്തലാവുന്നത് എങ്ങനെ? സ്ത്രീ വിരുദ്ധതയാകുന്നത് എങ്ങനെയാ? ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മളിൽ എല്ലാ ആളുകളും ജനിക്കുന്ന സമയത്ത് ഒരു മതവുമൊക്കെ ആയിട്ടാണ് ജനിക്കുന്നത്. നമ്മുടെ പേരൻസ് നമ്മളിലേക്ക് ഒരു മതം തരുന്നു, നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ആ ഒരു മതം ഫോളോ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നു, നമ്മൾ ഫോളോ ചെയ്യുന്നു. നമ്മളൊരു ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലങ്ങ് വിശ്വസിച്ച് പോവുക. ഇതുപോലുള്ള മുജാഹിദ് സംഘടനകളുടെ പരിപാടികളുടെ ഒന്നും ഭാഗമായി നിങ്ങൾ എങ്ങനെ ദൈവത്തെ അറിയണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സ്വർഗത്തിൽ പോകാം എന്നുള്ള ക്ലാസ് ഒന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ബുദ്ധി, നിങ്ങൾക്ക് പടച്ചവനാണെങ്കിൽ പടച്ചവൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദൈവമാണെങ്കിൽ ദൈവം തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചിന്തിക്കാം. യുവന്മാരുടെ സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്നത് യുവന്മാരുടെ ചില അജണ്ടകൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകളല്ല ഇവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഇസ്ലാം മതത്തിൻ്റെ ഒരു ചരിത്രം പഠിക്കാനായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലൈബ്രറികളിൽ പോയി നിരങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മുൻ തലമുറയിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ പ്രായമായിട്ടുള്ള അപ്പൂപ്പന്മാരോടും അമ്മൂമ്മമാരോടും ഒക്കെ ചോദിച്ചാൽ മതി. ഇവരൊക്കെ കേൾക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എങ്ങനെയാണ് ഇസ്ലാം മതം ഈ ഒരു അവസ്ഥയിൽ എത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിയുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഒത്തിരിയധികം ഇടപെടലുകൾ നടത്തിയിട്ടൊക്കെയാണ് ഈ പ്രാചീന ശിലായുഗ ചിന്തകളെയൊക്കെ ഇവർക്കിടയിൽ നിന്ന് മാറ്റിയെടുത്തത്. വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവരെയൊക്കെ മാറ്റിയെടുത്ത് നമുക്കൊപ്പം നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 2006 വരെയും 2002 വരെയൊക്കെ ചൈൽഡ് ലൈൻ്റെയൊക്കെ വണ്ടികൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടിയ കഥയെക്കുറിച്ചിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്? ചില വടക്കൻ പ്രദേശങ്ങളിലാണ്. ഇസ്ലാം മതവിശ്വാസികളിൽ കൂടുതലായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ബാലവിവാഹങ്ങളൊക്കെ നടക്കാറുണ്ടായിരുന്നു. ഓക്കെ,
ആ ഒരു വിവാഹങ്ങളെയൊക്കെ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ആളുകൾ അവസാനിപ്പിച്ചത്. അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഈ ഒരു മതത്തിലെ ഇതുപോലുള്ള ഏട്ടായിമാർ, ഇതുപോലുള്ള ത്വാത്വിക ആചാര്യന്മാർ വന്നിരുന്നോ? അവരെന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നോ? ഇല്ല. അതിൽ തന്നെ പുരോഗമന ആശയങ്ങളുള്ള, കമ്മ്യൂണിറ്റിയിൽ തന്നെ പുരോഗമന ആശയങ്ങളുള്ള ചില ആളുകൾ അതിനെതിരെ സംസാരിച്ചു. അവർ വെറുക്കപ്പെട്ടവരായിട്ട് മാറി, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ടല്ല ഇവർ സംസാരിക്കുന്നത്, കുറേയും കൂടെ പുറകിലാണ്. ഒരു 20 വർഷം പുറകിൽ നിന്നിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. 20 വർഷം പുറകിലായതുകൊണ്ട് 2025 നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഹറാമായിരിക്കും. ഇവർ 2040 വരുമ്പോൾ നമ്മൾ 2025 പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ തന്നെ അങ്ങോട്ട് ഹലാലാക്കും. അങ്ങനെയുള്ള പരിപാടികളാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അജണ്ട. ഇതിനു മുന്നേ കുറേ കാലങ്ങൾക്ക് മുൻപേ അറബി കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അറബികളായിട്ടുള്ള മുന്തിയ മുതലാളിമാർക്ക് ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കും. 1 നൈറ്റിന് വേണ്ടി വിവാഹം കഴിച്ചു കൊടുക്കും. രാവിലെ അയാൾ ഉപേക്ഷിച്ചിട്ട് പോകും. ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിവരമൊന്നുമില്ല. കുറച്ച് പൈസയൊക്കെ ഈ പെൺകുട്ടിയുടെ അച്ഛന് കൊടുത്തിട്ടൊക്കെ പോകും. ഇതിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇനിയിപ്പോൾ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യം, ബൈസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യം, LGBTQ എന്നുള്ള ലേബലൊക്കെ ഇല്ലാത്ത കാലത്ത് സെക്സ് ടൂറിസം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്കും ഈ ഒരു മതത്തെക്കുറിച്ചിട്ടൊക്കെ കാര്യമായിട്ടുള്ള ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൂറിസമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് നല്ല രീതിയിൽ അറബി സംസാരിക്കുന്ന നല്ല ദീനികളായിട്ടുള്ള അറബി നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെയാണ് ഈ അറബിയും കുണ്ടനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അന്ന് ആണുങ്ങൾ നോട്ട് ദ പോയിന്റ്, ആണുങ്ങൾ, മനുഷ്യന്മാരായിട്ടുള്ള ആണുങ്ങൾ, മുതലാളിമാർ, അറബി മുതലാളിമാർ വരുന്ന സമയത്ത് അവരുടെ കൂടെ പോകുമായിരുന്നു ഈ ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ ആണുങ്ങളായിട്ടുള്ള സെക്സ് വർക്കേഴ്സും പെണ്ണുങ്ങളായിട്ടുള്ള സെക്സ് വർക്കേഴ്സും ഒരേപോലെ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ആ ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ മതത്തിൽ തന്നെ ഉള്ള ആളുകളൊക്കെ ആയിരുന്നാലും അവരെ ഒന്നും അന്ന് കൊന്നു കളയാനായിട്ടോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ടോ ഒന്നും മതം ശ്രമിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ശ്രമിച്ചിരുന്നില്ല. അതൊക്കെ നിലനിൽപ്പിൻ്റെ ഭാഗമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള പുരുഷ വേശ്യകളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള കുറേയധികം ആളുകൾക്ക് വലിയ ആശ്വാസമായേനെ. കാരണം അങ്ങനെയുള്ള ആളുകൾ കുട്ടികളെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ബൈസെക്ഷുവാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ മതം പഠിച്ചു കഴിഞ്ഞാൽ മാറുന്ന ഒരു സംഗതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉസ്താക്കന്മാരെല്ലാം കൂടെ പിടിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വരില്ലായിരുന്നു, കേൾക്കേണ്ടി വരില്ലായിരുന്നു. കാര്യമായിട്ട് മതം പഠിച്ചിട്ടുള്ള ആളുകളാണ്. വേറെ ഒരു മതത്തിലെ പണ്ഡിതന്മാർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത, അടുത്ത കാലത്തൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത റെക്കോർഡ് അടിക്കുന്ന ടീമുകളാണ് ശരിക്കും പറഞ്ഞ ഉസ്താക്കന്മാർ. അവർ കൂടുതലും ആക്രമിക്കുന്നത് ആരെയാണ്? ആൺകുട്ടികളെയാണ്. ആൺകുട്ടികളെ ആണുങ്ങളായിട്ടുള്ള ഉസ്താക്കന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവർക്ക് അങ്ങനെയുള്ള ആണുങ്ങളോട് വികാരം തോന്നുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ അതിനകത്തുള്ളതാണ്. വേറെ ഒരു കമ്മ്യൂണിറ്റിയിലും ഇത്ര കാര്യമായിട്ടുള്ള തീവ്ര മതപരിശീലനം ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലും ഇത്ര അധികമായിട്ട് ഈ പരിശീലനം കൊടുക്കുന്ന ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന് അതിക്രമങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അത്ര ഭീകരമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഇവറ്റകളെ നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ? സൗകര്യമില്ല, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുക. അതിന് യുക്തിയുണ്ടോ? യുക്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രം അങ്ങനെ നടക്കേണ്ടുന്ന ഒരു കാര്യവും നമുക്കില്ല. പക്ഷേ കൃത്യമായിക്കൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രകൃതം മനസ്സിലാക്കിയാൽ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച പടച്ചവൻ ആണ് ഈ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ആണും പെണ്ണും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇന്ററാക്ട് ചെയ്താൽ, ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപഴകിയാൽ അവിടെ എന്തുണ്ടാകും എന്നുള്ളത് ഈ പറഞ്ഞ വിവാദങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രജൈസ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് സ്വസ്ഥമായി ഒന്ന് ആലോചിച്ചൊക്കെ മതി. വ്യഭിചാരം ഒറ്റയ്ക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നതാകുന്നു പ്രതിജ്ഞയെടുത്ത് നല്ല വ്യഭിചാരം നടക്കുക. ഇത്തരത്തിലുള്ള തിന്മകൾ എങ്ങനെ നടക്കുക? അതിലേക്ക് ചില സ്റ്റെപ്പുകളുണ്ട്, അതിലേക്ക് ചില വഴികളുണ്ട്. ആ വഴികളിലൂടെയാണ് ആ തെറ്റുകൾ സംഭവിക്കുക. എന്ന് വെച്ചാൽ ആദ്യം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോട്ടമാണ് തുടക്കം. നോട്ടത്തിലൂടെ അവന്റെ തലച്ചോറ് അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യപ്പെടുന്നു, അതിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ അടുക്കും, പിന്നെ ഇന്റിമസി ഉണ്ടാവും, പരസ്പരം കുറച്ച് ഒരു പരിധിക്കപ്പുറത്തുള്ള ഒരു ഇന്റിമസി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇസ്ലാം മതത്തിന് ഇത്രയധികം അപമാനിക്കുന്ന വേറൊരു ഈ ഒരു നാട്ടിലില്ല എന്നുള്ളത്. ഇപ്പോൾ സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചിരുത്തുന്നതിൽ എന്തൊക്കെ മാന്യമായിട്ടുള്ള ചില കാരണങ്ങൾ പറയാം. ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു കുട്ടി പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ ഒന്നും അങ്ങനെ ഇടയ്ക്ക് മറ്റേ സാരീൻ്റെ മറ ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ജെനുവിനായിട്ട് വിശ്വാസി കുട്ടിയായിരിക്കുമെന്ന് ജെനുവിനായിട്ട് ഇക്കതിനുള്ളൊരു സംശയം ചോദിക്കുകയാണ്. അപ്പോൾ ഇക്ക നേരെ അങ്ങ് അടിച്ചു വിടുന്നത് വ്യഭിചാര കഥയാണ്. വ്യഭിചാരം എന്താണ് ഇക്ക? വ്യഭിചാരം എന്ന് നിങ്ങൾ പറയുന്നത് എന്താണ്? വ്യഭിചാരത്തിന് കുറേയധികം അർത്ഥതലങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണം കൊടുത്ത് ഒരാളെ ലൈംഗികമായിട്ട് പ്രാപിക്കുന്നതിനെ വേണമെങ്കിൽ വ്യഭിചാരം എന്നൊക്കെ ഒരു കാലത്ത് പറയായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ല. സെക്സ് വർക്ക് എന്ന് വളരെ മാന്യമായിട്ടൊരു ജോലിയായിട്ട് അതിനെ കൺസിഡർ ചെയ്യും.
ശരിക്കും പറഞ്ഞാൽ പണം കൊടുത്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ മാന്യത. ഇപ്പോൾ മതപുസ്തകത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിമ ഭോഗമൊക്കെ അനുവദനീയമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമ അങ്ങ് കൊണ്ടുപോയാൽ മതി, പിന്നെ അവൾ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇയാൾക്ക് വേണ്ട രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു രീതിയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ മാന്യതയുള്ളത് സെക്സ് വർക്കാണ്, ഇക്കാലത്തെ സെക്സ് വർക്കൊക്കെയാണ്. എന്തൊക്കെ വൈരുദ്ധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സാധനം ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നത്? അതേപോലെ തന്നെ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവും, ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ അങ്ങനെ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന സമയത്ത് ഇങ്ങനെ ലൈംഗിക ചിന്തയോടെ ആളുകളെ നോക്കുന്ന ആളുകളല്ല. അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നോക്കുന്ന ആളുകളുടെ മനസ്സിൽ കയറിയിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ തുണി ഈ പറയുന്ന ലൈംഗിക ആകർഷണത്തിൻ്റെ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിൻ്റെ ഒരു മാനദണ്ഡമേ അല്ല എന്നുള്ളത് എത്രയോ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വളരെ മോശം എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു മതം നടത്തിക്കൊണ്ട് പോകാനായിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ഇമാതിരി ചില ടീമുകളുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഇവന്മാർ ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്തത് കാണാം. നമ്മളൊക്കെ മറ്റേ നരകത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണ്, അപ്പോൾ നമ്മളൊക്കെ ഇത് ചെയ്തോളാം, നിങ്ങൾ ഇങ്ങനെ ഫീൽഡിലേക്ക് കയറി വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കരുതേ. അപ്പോൾ അതിങ്ങനെയാണ്. ഫണ്ടമെന്റൽസിനാണ് ചോദ്യം ചെയ്യുന്നത്. ഇതാണ് ഫണ്ടമെന്റൽ. അതായത് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഫണ്ടമെന്റൽസിന് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കാം, ലോകത്തുള്ള എല്ലാത്തിനെയും വിമർശിക്കാം, ലോകത്തുള്ള എന്ത് കാര്യത്തിനെയും വിമർശിക്കാം, പക്ഷേ ഈ ഒരു കാര്യം ഫ്രീഡം ഓഫ് സ്പീച്ച് ഒക്കെ അതന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ അവരങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. അതിനെ നോർമലൈസ് ചെയ്യുന്നതിനോടും യോജിപ്പുണ്ട്. എന്തായാലും നോർമലൈസേഷൻ നമുക്ക് വരാം. ബിഗ് ബോസ് എന്ന് പറയുന്ന മലയാളത്തിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ, അതിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനോ നിങ്ങളോ പേഴ്സണലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ സാധനം കാണാറില്ല. ചിലപ്പോഴൊക്കെ അതിന്റെ ക്ലിപ്പൊക്കെ വരുമ്പോൾ ക്രിഞ്ചടിക്കാറാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ആരൊക്കെ അയച്ചു തന്നത് നമ്മൾ കണ്ടതാണ്. ഇവന്മാർ ബിഗ് ബോസ് കാണാറില്ല. ക്ലിപ്പ് കിട്ടുന്ന സമയത്ത് ക്ലിപ്പുകളൊക്കെ കിട്ടുമ്പോൾ അതിൽ ബിഗ് ബോസിൻ്റേതുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ക്രിഞ്ചടിക്കും. എന്തിനാ ഇങ്ങനെ ക്ലിപ്പൊക്കെ കണ്ടിട്ട് നരകത്തിലേക്ക് പോണത്? ഇങ്ങനെയുള്ള വിനോദ പരിപാടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഡോപ്പമിൻ റഷ് ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഫോണിലെ വീഡിയോ ദൃശ്യങ്ങൾ, അതൊക്കെ നിങ്ങളുടെ ഈമാൻ കളയാൻ വേണ്ടി എന്തിനാണ് ഈ കിടന്ന് കാണണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ എന്താണ് എക്സെപ്ഷൻസ് ഉണ്ടോ? ഇപ്പോൾ നിയമത്തിൽ ഇതുപോലെ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ? ഹിലാലിനാവാം, അബ്ദുള്ളക്കാവാം എന്നുള്ള എക്സെപ്ഷൻ ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ ഈ സമൂഹത്തിനെ നോക്കിയിട്ടാണല്ലോ ഈ വിമർശനങ്ങളായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. നിങ്ങൾക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനയും ചൊല്ലി നേരെ പരലോകത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൂടെ? എനിക്ക് എന്നും തോന്നുന്ന ഒരു ഡൗട്ടാണ്. നിങ്ങൾ ഏത് സമൂഹത്തിലാണ് മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്ത്? ഞങ്ങൾ എന്തിനാണ്, ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഷോയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. നിങ്ങൾ എന്ത് മോശം. അപ്പോ സമൂഹം മുഴുവൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതല്ലേ എന്നാണ്. അപ്പോൾ ഏത് സമൂഹത്തെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അറിയില്ല. ഏത് സമൂഹത്തെക്കുറിച്ചെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കേരള സമൂഹം, ഇന്ത്യ, ലോകം എന്നൊക്കെ പറയും. മറ്റേ ഈ മതരാഷ്ട്രത്തെക്കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. ഇതൊക്കെ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. സമൂഹമൊക്കെ അംഗീകരിച്ചു. ഇപ്പോൾ സമൂഹത്തിൽ നിങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കത്തില്ല, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സമൂഹത്തിൽ തന്നെ ഇല്ല എന്നുള്ളത് മുന്നേ തന്നെ പ്രസ്താവിച്ചിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ നിങ്ങളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് ആളുകൾക്ക് പേടിയുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പേടി തെറ്റാണ്, ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുന്ന ആളുകളാണ് നിങ്ങൾ. അതേപോലെ തന്നെ പൊതുസമൂഹത്തിൽ ആളുകൾ വീട്ടിൽ കയറ്റണോ വേണ്ടയോ അല്ലെങ്കിൽ നാട്ടിലടുപ്പിക്കണോ വേണ്ടയോ, രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്ന് രണ്ടാമതൊന്നുകൂടെ ആലോചിക്കുന്ന ആളുകൾ കൂടിയാണ് നിങ്ങളത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇങ്ങനെയുള്ളൊരു സമൂഹം അവരെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെയുള്ളൊരു മജോറിറ്റിക്ക് ഈ പറയുന്ന ആളുകളോട് പ്രശ്നമൊന്നുമില്ല. മജോറിറ്റിയോട് നിങ്ങൾക്ക് എതിർപ്പുണ്ട്. മജോറിറ്റിയോട് എതിർപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മതമല്ലാത്തതാണ് പ്രധാനപ്പെട്ട ഒരു എതിർപ്പ്. നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളുടെ മതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ബാക്കിയുള്ള മതങ്ങളിലുള്ള ആളുകളെയൊക്കെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മതം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങൾ അന്യമതവിശ്വാസികളെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനമായതുകൊണ്ട്, ഭരണഘടനയുള്ളതുകൊണ്ട് മതപുസ്തകത്തിന് മുകളിൽ അത് വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുമെന്നുള്ള ഒരു വിശ്വാസവും നമുക്കില്ല. അല്ല, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഉത്തരം തരൂ. നിങ്ങൾ ഭരണഘടനയാണോ, ഇന്ത്യയുടെ ഭരണഘടനയാണോ, മതപുസ്തകത്തെയാണോ, നിങ്ങളുടെ മതപുസ്തകത്തെയാണോ കൂടുതൽ ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതും? കൂടുതൽ ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതും ഭരണഘടനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങളുടെ ഈ പറയുന്ന ചർച്ചകളും പരിപാടിയൊക്കെ കംപ്ലീറ്റ് നിർത്തേണ്ടി വരും. നിങ്ങൾ കൂടുതൽ അനുസരിക്കുന്നത് മതപുസ്തകത്തെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ഉദ്ധരിക്കാൻ വേണ്ടി വരുന്ന ആളുകളല്ല എന്നുള്ളത് ഞങ്ങളും അങ്ങോട്ട് പറയും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അന്യമതത്തിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലല്ലാത്ത ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾ തരാത്തത് കൊണ്ടാണ് ഈ ഒരു ഉടായ്പായിട്ട് ഇതിങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ചെറിയ കുട്ടികളടക്കം കാണുന്നതാണ്. ഇത് ഈ വ്യക്തി മാത്രമല്ല, ഫേസ്ബുക്കിൽ ഞാനൊരു കുറിപ്പ് കണ്ടിരുന്നു, ഒരു അമ്മയുടെ കുറിപ്പ്. ഒരുപാട് കുറിപ്പുകൾ വന്നിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കുറിപ്പിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എന്റെ മക്കൾ എന്നോട് ചോദിക്കുന്നു, ആരാണ് ഈ 2 പെൺകുട്ടികൾ, അവർ സഹോദരിമാരാണോ എന്ന് ചോദിക്കുന്നു. എന്താണ് ഞാൻ അവരോട് മറുപടി പറയുന്നത്? ശരിക്കും അതൊരു ചോദ്യമാണ്. അതായത് ചെറിയ കുട്ടികൾ ഇങ്ങനെ കാണാൻ, ഇത് ഏതെങ്കിലും ഒരു അഡൽട്ട് ഷോയോ അല്ലെങ്കിൽ പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു സിനിമയോ പോലും അല്ല. ഇത് എല്ലാ ദിവസവും ഭൂരിഭാഗം ആളുകളുടെയും വീട്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ഒരു ഷോ ആണ്, റിയാലിറ്റി ഷോ ആണ്. ഇത് ഈ വിഷയം മാത്രം അല്ലാത്തതുകൊണ്ട് തന്നെ പൊതുവായി ജനങ്ങൾ കാണുന്ന ഒരു ഷോ ആണ്. അതിൽ ചെറിയ കുട്ടികൾ കാണുന്ന കുട്ടികൾ ചോദിക്കാൻ ഇവർ 2 പേർ ആരാണ്? ഇതിനെ കേരളീയ പൊതുസമൂഹത്തിൽ പിന്നെ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മോഹൻലാലും അടക്കമുള്ള ആളുകൾ പറയേണ്ട മറുപടി, ഇങ്ങനെ ചെറിയ കുട്ടികൾ ചോദിക്കുമ്പോൾ എന്തു മറുപടിയാണ് പറയേണ്ടത് എന്ന് രക്ഷിതാക്കൾക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് നിങ്ങൾ പറയേണ്ട മറുപടി? അത് 2 പെൺകുട്ടികൾ, പൊതുവെ കുട്ടികളടക്കം കണ്ടിട്ടുള്ളത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവരാണ് കല്യാണം കഴിക്കുന്നത്, ആണ് പെണ്ണും തമ്മിലുള്ള കല്യാണം കഴിക്കുന്നതാണ് പൊതുവിൽ കാണുന്നത്. അതല്ല, അങ്ങനെ ചെറിയ കുട്ടികളടക്കം പെണ്ണും തമ്മിലുള്ള കല്യാണങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, അവർ പരസ്പരം ഒരുമിച്ച് ജീവിക്കും. അതൊക്കെ ചെറിയ കുട്ടികളോടക്കം പറഞ്ഞു കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ല, എന്തായിട്ടാണ് അതിനെ ചെറിയ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ പറയണം. അവിടെ ശരി, അങ്ങനെ പെണ്ണും തമ്മിലൊക്കെ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ആ രൂപത്തിലൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയുമായി ജീവിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് എന്ന് ചെറിയ കുട്ടികളോടക്കം പറയണം എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, അതിനെയാണ് ഈ നോർമലൈസേഷൻ, അതുപോലെ തന്നെ അജണ്ട പുഷ് ചെയ്യുക, ഐഡിയോളജി അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയാം. ഹിക്കമാർക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുള്ള കൺസേണിനേക്കാളും കൂടുതൽ ഇവിടെയുള്ള പൊതുസമൂഹത്തിന് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൺസേൺ ഉണ്ടായിരുന്നു. ഹിക്കമാരുടെ കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു കൺസേൺ കൂടിയപ്പോഴാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇവിടെ കാര്യമായിട്ട് ചെയ്യേണ്ടി വന്നത്. ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കണം. എവിടെയെങ്കിലും ഇത്തിരി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബാലവിവാഹം നടത്താനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ചില ആളുകളൊക്കെ തന്നെയാണ് ഈ കിടന്നിട്ട് ഡയലോഗൊക്കെ അടിക്കുന്നത്. പിന്നെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ കുട്ടികൾ കാണേണ്ട ഒരു റിയാലിറ്റി ഷോ ആണോ? കുട്ടികൾ കാണേണ്ട റിയാലിറ്റി ഷോ ഒന്നുമല്ല. ഇനിയിപ്പോൾ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചേച്ചിയുടെ കല്യാണം കഴിച്ച ആളുകളാണ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ആ പെണ്ണും കല്യാണം കഴിക്കാറുണ്ടോ? ആ പെണ്ണും കല്യാണം കഴിക്കാറുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പിന്നെ മറുചോദ്യമായിട്ട് എന്ത് ചോദിക്കും? പിള്ളേർ മറ്റേ ഹിലാലിനെ പോലെ അബ്ദുള്ളനെ പോലെയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിൽ ആദ്യം ഉണ്ടാവുന്ന മറ്റേ വ്യഭിചാര കണക്ഷൻ ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അത്തരത്തിലുള്ള പിള്ളേരൊന്നും ഇവിടെ ഇല്ല. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ മാത്രമേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ കുട്ടികൾ ഇത്തിരി കൂടെ കൂടിപ്പോയി എന്ത് ചോദിക്കും? അയ്യോ, അപ്പോൾ എങ്ങനെ കുട്ടികളുണ്ടാവും? ഇനിയിപ്പോൾ ബയോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്, സുവോളജിയൊക്കെ അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കുട്ടികളുണ്ടാവും? അപ്പോൾ നമ്മൾ പറയും കുട്ടികളുണ്ടാവില്ല. കുട്ടികളുണ്ടാവില്ലല്ലേ. പിന്നെ വേറെ എന്ത് കാര്യത്തിലാണ് ഈ കുട്ടികൾക്ക് ഡൗട്ട് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. പെണ്ണും കല്യാണം കഴിക്കുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങളെങ്ങനെ നിർവചിച്ചു കൊടുക്കും? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പറ്റാത്തതെല്ലാം മോശമാണ്, അതെല്ലാം വ്യഭിചാരമാണ്, നിങ്ങൾ 2 മുടുക്കന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ ചെയ്യുക. ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസ് എന്താണ്? നിങ്ങളുടെ മതം അനുവദിക്കാത്ത ആളുകളെ നിങ്ങൾ അംഗീകരിക്കത്തില്ല. ബാക്കിയുള്ള ആളുകളെയൊക്കെ മതം അനുവദിക്കുന്നുണ്ടോ? നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലല്ലാത്ത ആളുകളെ മതം അനുവദിക്കുന്നുണ്ടോ? അപ്പം നിങ്ങളിങ്ങനെ പതുക്കെ നടന്ന് ഇതിങ്ങനെ സക്സസ് ആയി കഴിഞ്ഞാൽ ബാക്കി ആളുകളിലേക്ക് എത്തും. ഇതെല്ലാ മതത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇവരെ കേൾക്കുന്ന സമയത്ത് ആളുകൾ കുഴപ്പമില്ല, ഇവർ LGBTQ-നെതിരെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നാളെ മാറും. നാളെ LGBTQ എന്നുള്ളത് കുറച്ചും കൂടെ സാധ്യതയുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അത് മറ്റേ നമുക്കറിയാമല്ലോ, അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ നമ്മുടെ പലസ്തീനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്യമതത്തിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് കടന്നു കയറും. അപ്പോൾ ഇവർക്ക് പൊതുവെ ഇവരല്ലാത്ത വേറെ ആൾക്കാർ ഇഷ്ടമില്ല. എന്നാൽ ഇവരിലെ എല്ലാ ആൾക്കാരും ഇവർക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. ഇവർ പറയുന്നത് പോലെ അടിമകളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇഷ്ടമില്ല. ഇവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് മറ്റേ മീഡിയ വണ്ണിലെ ടീമുകളൊക്കെ ഇരുന്ന് അടിച്ചു വിടുന്നത് പോലെയുള്ള വിസ്മയ സ്വപ്നങ്ങളൊക്കെയാണ്. ഇവരെ പോലുള്ള ആളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റേ മത നിയമങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവറ്റകളിൽപ്പെട്ട ചില ആളുകളാണ് ഇപ്പോൾ UK-യിലും കാനഡയിലുമൊക്കെ പോയി വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്, ജർമ്മനിയിൽ ശല്യം ചെയ്യുന്നത്. ഈ UK-യിലും ജർമ്മനിയിലും അവിടെയുള്ള പ്രദേശവാസികൾ LGBTQ-നെതിരെയാണോ സമരം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ആട്ടി ഓടിക്കാനായിട്ടാണോ ശ്രമിക്കുന്നത്, ഇവരെ ആട്ടി ഓടിക്കാനായിട്ടാണോ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ആട്ടി ഓടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം എവിടെ ചെന്നാലും ഇവരുടെ പ്രാകൃത രീതികൾ അങ്ങടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇവിടെ അതിനുള്ള വേദി ഇല്ലാത്തതുകൊണ്ടാണ് പറ്റുന്ന ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇവർക്ക് ആക്സസ് ഉള്ള ബാക്കിയുള്ള ആളുകൾ അംഗീകരിക്കാൻ സാധ്യതയുള്ള ആളുകളിലേക്ക് കടന്നു കയറുക എന്നുള്ളൊരു ശ്രമത്തോടെ ഇവരിങ്ങനെ ചില പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇവറ്റകളെ അടുപ്പിക്കരുത്.
ഇവറ്റകൾ ഈ ഒരു ഏരിയയിലേക്ക് അടുപ്പിക്കരുത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പേര് വെച്ചിട്ട് ചില കാര്യങ്ങൾ ഇവർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിനാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പോകുന്ന ആളുകളാണ്, ഞങ്ങൾ പണ്ടത്തെ കൂട്ട് ശിലായുഗ പൊട്ടന്മാരല്ല, ഞങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ പഠിപ്പുള്ള ഹിലാലും ബേസിലാണ്, ഞങ്ങൾ ഡോക്ടർമാരാണ്, അതുകൊണ്ട് ഞങ്ങളെ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉടായ്പകളാണ്. അപ്പോൾ ഇവന്മാരെ പോലുള്ള ആൾക്കാരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ഈ മതത്തിലുള്ള എല്ലാ മതത്തിലുള്ള എല്ലാമാരെയും സൂക്ഷിച്ചുകൊള്ളുക. ഇവന്മാർക്കൊക്കെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടകളുണ്ട്. അതൊന്നും നമുക്ക് ഗുണം ചെയ്യുന്നതല്ല. ഏതെങ്കിലും ഒരു ആദിലയോ നൂറയോ അല്ലെങ്കിൽ മോഹൻലാലിനെയോ എതിരെ പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളിലേക്ക് ഇവർ വരില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇവർ നമ്മളിലേക്കും വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. നന്ദി.